എന്തൊക്കെയാണ് റൊമാൻറ്റിക് ജസ്റ്റേഴ്സ് എന്തൊക്കെയാണ്? അതുപോലെ മുത്തേ ഇവൾക്ക് ഏറ്റവും ഞാൻ ഇവിടെ വിളിക്കുന്ന ഏറ്റവും ഇഷ്ടം എന്താ പറയാ, പോത്തുംകുട്ടി. ആ കഥ പറയാൻ പറ്റൂലല്ലേ, പുറത്ത് പറയാൻ പറ്റില്ല. നാട്ടിക്കല്ലേ. ഓക്കെ, അടുത്തത് കുളിക്കാൻ മടി ആർക്കാണ്? അതെന്താ കുളിക്കാൻ മടി? ഇവിടെ തണുപ്പല്ലേ, കൊടുങ്ങല്ലൂർ ഒരു ചൂടാണ്, അപ്പൊ അവിടെ കുളിക്കും. ഇവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാൻ മടിയാ. ഒരു ദിവസം എത്ര ദിവസം കൂടുമ്പോഴാ കുളിക്കാറ്? അങ്ങനെയല്ല, എനിക്ക് തല വാഷ് ചെയ്യാൻ മതി. തല വാഷ് ചെയ്യാൻ മടി. അതിപ്പോ അങ്ങനെ ആരും വാഷ് ചെയ്യാറില്ല എപ്പോഴും. ഓക്കെ, പല്ല് തേക്കാത്ത ആൾ ആരാണ്? പൊന്നിക്കാനില്ല, പല്ലേക്കാണ്ട് ചായ കുടിക്കുന്ന ആള്. അതെന്താ ആദ്യം ഭാര്യനെ കാണിച്ചത്? ഞാനോ? ഇല്ലില്ല, പോണം. ഞാൻ തന്നെ. അതല്ല, അതെന്താ അങ്ങോട്ട് ചൂണ്ടിയത് ആദ്യം? അല്ല, എന്റെ ഓർമ്മയില് ഞാൻ രാവിലെ രാത്രി ബ്രഷ് ചെയ്യും. ഞാൻ രാവിലെ മാത്രം ചെയ്യുള്ളൂ, രാത്രി ബ്രഷ് ചെയ്യണമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് പല്ലേക്കാണ് കോഫി കുടിക്കണേ. അതോ, അത് പിന്നെ ഞാന് ഉറങ്ങി എണീക്കൂല, ഇവള് നേരത്തെ എണീക്കും, എന്നിട്ട് പറയും കോഫി ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഉറക്കം എണീച്ചത് കുടിക്കണം, കുടിച്ചില്ലേ തെറ്റും. അതിനാണ് നല്ലത്. നമ്മള് പല്ല് തേക്കാത്തവരാക്കി. ഒരു MBBS പഠിച്ച കുട്ടിയല്ലേ ഇരിക്കുന്നത്, 2 നേരം എന്തുകൊണ്ട് പല്ല് തേക്കുന്നില്ല? അതൊന്നും ചോദിച്ചൂടാ. ഓക്കെ, അടുത്തത് വഴക്കാളി ആരാണ്? ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്? ആക്ച്വലി എനിക്ക് നേരത്തെ വ്യാസിനെ പറഞ്ഞതിൽ ഒരു ബന്ധം തോന്നുന്നില്ല. ഫുൾ ഷോർട്ട് ടെമ്പേർഡാണ്. ഞാൻ എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കും. ചെറിയ കാര്യം മതി. ചിലപ്പോൾ കൈ പിടിച്ചില്ല, പുറത്തു പോകുമ്പോൾ നടന്നില്ല, കാറിന്റെ ഡോർ തുറന്നില്ല, അതൊക്കെ ഇരിക്കും. ഇത് ഈ വീഡിയോസ് കണ്ടിട്ടുള്ള പ്രശ്നം തോന്നുന്നുണ്ട് അല്ലേ? വിചാരം ഇതാണ് ലോകം. ഡോറ് തുറന്നു കൊടുക്കണം, ചെയർ വലിച്ചു കൊടുക്കണം അല്ലേ? ഇരിക്കും കാറിൽ, അങ്ങനെ ഇരിക്കും. നമ്മള് കാറ് ലോക്ക് ചെയ്യുക, തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണൂല, നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്റെ മുഖത്ത് പോലും നോക്കൂല. അപ്പോഴാണ് നമുക്ക് ഓടുക, ഇതായിരുന്നു റീസൺ. ചില സമയത്ത് ഈ തല്ലുവിടുന്ന റീസൺ എന്താന്ന് മനസ്സിലാവാണ്ടിരിക്കാറുണ്ടോ? സത്യമായിട്ട് ഇവളെ ഏതോ സ്വപ്നം കണ്ടിട്ട് ഞാൻ അതിൽ ഒളിച്ചോടി, എന്നിട്ട് അതിന് പിറ്റേ ദിവസം കച്ചറ. സീരിയസ്ലി അത് ഉണ്ടായ കേസാ. അതെങ്ങനെ കോംപ്രമൈസ് ചെയ്ത്? രക്ഷയില്ലല്ലോ, ഞാൻ എവിടെയും പോയി ഇവിടെ ഓരോ സ്വപ്നം കണ്ടുവരും. അത് എന്ത് കഷ്ടം.